ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹണി സോസ് ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പുതിയൊരു വിഭവമാണ് ഹണി സോസ് ചിക്കൻ. അപ്പോൾ നമുക്ക് അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നമ്മുടെ ഷെഫ് സലീമിനോട് തന്നെ ചോദിക്കാം. ഓക്കെ സലീം, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഹണി സോസ് ചിക്കൻ. ഓക്കെ, അതിന് വേണ്ടുന്നത് ഒരു ഫ്രഷ് കോഴി. അത് അതിൻ്റെ തോലോട് കൂടിയതാണ് നല്ലത്. ഓവനകത്ത് വെക്കുന്നത് കൊണ്ട് അതിങ്ങനെ വേണം. നല്ലപോലെ ക്ലീൻ ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഉപ്പ് ഇതിനാവശ്യമാണ്, മുളക് പൊടി, ഹോട്ട് ചില്ലി സോസ്, ഹണി, കെച്ചപ്പ്, ഗീ, ബ്ലാക്ക് പെപ്പർ, കുരുമുളക് പൊടി, ഇത് മസ്റ്റേർഡ് സോസ്, ലെമൺ ജ്യൂസ്. ഇത്രയും സാധനമാണ് ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ മിക്സ് ചെയ്യാൻ പോവാം. ഓക്കെ, ആദ്യമായി കച്ചപ്പ് 2 ടേബിൾ സ്പൂൺ, ചെറിയ സ്പൂണാണെങ്കിൽ 3, വലിയ സ്പൂണാണെങ്കിൽ 2. മിത്തേൻ ആണ്. ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, അത് ഒരു 2 ടേബിൾ സ്പൂൺ. ഓക്കെ, ഇത് മുളക് പൊടി, ഇത് 1/2 ടേബിൾ സ്പൂൺ മതി. ഉപ്പ് ആവശ്യത്തിന്. ഓക്കെ, ഇത് കസ്റ്റാർഡ് സോസ്, ഇത് ഒരു 2 ടേബിൾ സ്പൂൺ. അടുത്തത് നെയ്യോ ബട്ടറോ എന്തായാലും കുഴപ്പമില്ല, ഒരു 3 ടേബിൾ സ്പൂൺ. കുരുമുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ. നാരങ്ങ നീര്, ലെമൺ ജ്യൂസ്, ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിക്കാം, കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ലൊരു ചെറിയൊരു മധുരം, ചെറിയൊരു എരിവ്, ഇതെല്ലാം കൂടെ ആയിട്ട് വരുന്നതാണ്. നല്ല ടേസ്റ്റാണ്, നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കോഴി ഇതിലേക്കിട്ട് നല്ലതുപോലെ ഇതിൻ്റെ അകത്തും പുറത്തും എല്ലാം നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിക്കുക. ഇതിൻ്റെ ടൈമെന്ന് പറഞ്ഞാൽ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. മസാല എല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിച്ചു, അകത്തും പുറത്തും എല്ലാം നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചു. ഇനി ഇതിനെ നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റാൻ പോകും. ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക. ഫ്രീസറിൽ വെക്കണ്ട, താഴെ അടിയിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഈ ടൈം കൊണ്ട് ഇത് നല്ലതുപോലെ മസാല എല്ലാം പിടിച്ച് ഉപ്പ് എരിവ് എല്ലാം നല്ല ഭംഗിയായിട്ട് ഇതിൽ പിടിക്കും. ഓക്കെ, നമ്മുടെ ഹണി സോസ് ചിക്കൻ നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് 5 മണിക്കൂർ 6 മണിക്കൂർ വേണം അല്ലേ? അപ്പോൾ 6 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അതിന് ശേഷമാണ് ഇത് നമുക്ക് ഫിറനിൽ വെച്ച് ചെയ്യാൻ. ഇത് ഒന്ന് ശ്രദ്ധിക്കുക, ഇത് ഫിറനിൽ വെച്ച് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്കും നാട്ടിൽ ഫിറനൊക്കെ ഉള്ളവർക്കും ഇത് ചെയ്യാം. എന്തായാലും നല്ലൊരു ഡിഷാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹണി സോസ് ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ?
കൈ കാണിച്ചു. ഓക്കെ, സാധനം സൂപ്പറാണ്. നമ്മുടെ ഹണി സോൾ ചിക്കൻ നല്ല സ്പൈസിയാണ്, ഒപ്പം നല്ല മധുരമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷേ ഒരുപാട് സമയമെടുക്കും. എന്നാലും ഓവനുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്.